Assalamu alaikum. Today we are going to discuss the last topic of this chapter, that is chapter Era of One Party Dominance. The topic is that emergence of opposition parties. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഡോമിനൻസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ ഇനി ഒപ്പോസിഷൻ പാർട്ടീസ് ഫോം ചെയ്തത് എങ്ങനെയാണ്, ഹൗ ദ റിലേഷൻ ഓഫ് ഒപ്പോസിഷൻ പാർട്ടി അല്ല ഹൗ ദ റിലേഷൻ ബിറ്റ്വീൻ ദ കോൺഗ്രസ് പാർട്ടി ആൻഡ് ദ ഒപ്പോസിഷൻ പാർട്ടി ഇതാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി പാർട്ടി പൊളിറ്റിക്സ് ഈസ് എ സിസ്റ്റം ഇൻ എ ഡെമോക്രാറ്റിക് സെറ്റപ്പ് to gain political power. Parties winning election come to power അല്ലേ. പാർട്ടി പൊളിറ്റിക്സ് ഈസ് എ സിസ്റ്റം ഇൻ എ ഡെമോക്രാറ്റിക് സെറ്റപ്പ് ടു ഗെയിൻ പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, അവർ പാർട്ടി പൊളിറ്റിക്സ് അവർ ഡീൽ ചെയ്യുന്നത് അല്ലേ. രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക, ഒരു പാർട്ടികൾ തമ്മിലുള്ളൊരു മത്സരം, അതിൽ നിന്നാണ് ശരിക്കും എന്ത് വരുന്നത്, പൊളിറ്റിക്കൽ പവർ വരുന്നത്. പാർട്ടീസ് വിന്നിങ് ഇലക്ഷൻ കം ടു പവർ. ദോസ് ഹു ഡു നോട്ട് ഫൈൻഡ് ദെയർ പ്ലേസ് ഇൻ ദ റൂളിംഗ് പാർട്ടി വിൽ വർക്ക് ആസ് ഒപ്പോസിഷൻ പാർട്ടി. അപ്പം വിന്നിങ് പാർട്ടി ആയിട്ട് വരുന്നത് എന്ത് ചെയ്യുന്നു, പൊളിറ്റിക്കൽ പവറുള്ള പാർട്ടിയായിട്ട്, അല്ലെങ്കിൽ കെയിം ടു പവർ. പിന്നെ അതിന് കഴിയാതെ പോകുന്ന, അതിൽ വിന്ന് ചെയ്യാതെ പോകുന്നത് ആരായി മാറും, ഒപ്പോസിഷൻ പാർട്ടീസായി മാറും അല്ലേ. ഒപ്പോസിഷൻ പാർട്ടി സിസ്റ്റം ഈസ് ദ ഹെഡ് ഓഫ് ഡെമോക്രസി. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണല്ലേ. ഒപ്പോസിഷൻ പാർട്ടി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡെമോക്രസിയുടെ ഹേർട്ടാണ് ശരിക്കും. നോ ഒപ്പോസിഷൻ പാർട്ടി നോ ഡെമോക്രസി. ഒപ്പോസിഷൻ പാർട്ടി ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല, ഡെമോക്രസി ഉണ്ടാവില്ല. അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ റൂളിംഗ് പാർട്ടിയുടെ ഡിഫക്ട്സുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തിയിട്ട് കാര്യങ്ങൾ നല്ല രൂപത്തിൽ കൊണ്ട് നടക്കൽ ഏതാണ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടിയാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം അല്ലേ. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കേസിൽ തന്നെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ അടുത്തിടെയായിട്ട് പല പ്രോബ്ലംസും എമേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് പല പ്രോബ്ലംസും അവിടുന്ന് ഇവിടുന്നൊക്കെ റൂളിംഗ് പാർട്ടിയിൽ നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ ഒപ്പോസിഷൻ പാർട്ടി ഈ പ്രശ്നങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരവും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് റൂളിംഗ് പാർട്ടിയെ ഇത്തരം പ്രവർത്തികളിൽ നിന്ന്, ഇത്തരം ഭരണവിരുദ്ധമായ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അനുകൂലമല്ലാത്ത പ്രവൃത്തികളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുള്ളൂ, മാറി നിൽക്കുക, ഒരു ഡെമോക്രസിയെ നേരെ ചൊവ്വ എന്ത് ചെയ്യുള്ളൂ, കൊണ്ട് നടത്തുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം ഒപ്പോസിഷൻ പാർട്ടി ഈസ് ദ ഹേർട്ട് ഓഫ് ഡെമോക്രസി. ഇനി ഇന്ത്യൻ്റെ കേസിൽ സിൻസ് ഇൻഡിപെൻഡൻസ് till 1977 വൺ പാർട്ടി ഡോമിനൻസ് എക്സിസ്റ്റഡ് ഇൻ ഓൾ ജനറൽ ഇലക്ഷൻ. അതാണ് നമ്മൾ പഠിച്ചാണല്ലോ. ഇനി വേറൊരു കാര്യം പറഞ്ഞു, ഈവൻ ദോസ് ഡേയ്സ് വി ഹാഡ് എ വൈബ്രൻറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഹൂ ഹാഡ് ഡിഫറെൻറ്റ് ഐഡിയോളജി ആൻഡ് പോളിസീസ്. അപ്പോൾ അന്നത്തെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തേനെ അപേക്ഷിച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള നല്ല കാഴ്ചപ്പാടുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്. അവർക്ക് ഡിഫറെൻ്റ് ഐഡിയോളജി ആയിരിക്കും. ഇപ്പോൾ ഒരു ഒപ്പോസിഷൻ പാർട്ടിയിലാണെങ്കിലും റൂളിംഗ് പാർട്ടിയിലാണെങ്കിലും അന്നത്തെ ഒരു കേസിൽ നമ്മളെ പരിശോധിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ പാർട്ടിയിലുള്ളത് വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് തന്നെയാണ്. ഒപ്പോസിഷൻ പാർട്ടിയാണ് വെച്ചിട്ട് അവർ മോശക്കാരൊന്നും ആയിരുന്നില്ല. ദേ ആർ വൈബ്രൻറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ദേ ഹാവ് ഡിഫറെൻറ്റ് ideology and policies. Okay, if we go to the origin of many non-Congress parties, we will land on some of the opposition parties of 1950s. Okay, if we go to the origin of many non-Congress parties, we will land on some of the opposition parties in 1950s. അപ്പോൾ 1950s കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ഒപ്പോസിഷൻ പാർട്ടീസ് എന്ത് ചെയ്യുന്നു, കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ പറഞ്ഞല്ല, കുറേ ചേരി തിരിഞ്ഞിട്ടൊക്കെ കുറേ പാർട്ടീസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ദേ പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പൊളിറ്റിക്സ് ഡ്യൂറിങ് ദ 1960s ആൻഡ് 1970s. അപ്പോൾ അങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്ന നോൺ കോൺഗ്രസ് പാർട്ടീസൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1960സിലും 70സിലുള്ള ഇന്ത്യയുടെ പൊളിറ്റിക്കൽ
ഫീൽഡിനെ വളരെ കരുത്തുറ്റതാക്കിയത് ഇത്തരം ഈ നോൺ കോൺഗ്രസ് പാർട്ടീസാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഈ ഒപ്പോസിഷൻ പാർട്ടീസും അതുപോലെ തന്നെ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള കോൺഗ്രസും ആ ഒരു ഏജിൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ, ഹൗ ദ നേച്ചർ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കോൺഗ്രസ് പാർട്ടി ആൻഡ് ദ ഒപ്പോസിഷൻ പാർട്ടി, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് ദീസ് പാർട്ടീസ് എഫക്റ്റീവ്ലി പ്രിവെൻറ്റ് ദ സിസ്റ്റം ഫ്രം ബിക്കമിങ് ആൻറ്റി ഡെമോക്രാറ്റിക്. അതായത് ഈ ഒപ്പോസിഷൻ പാർട്ടീസ് ഉണ്ടല്ലോ, ഒപ്പോസിഷൻ പാർട്ടീസാണ് ശരിക്കും പറഞ്ഞാൽ എഫക്റ്റീവ്ലി പ്രിവെൻറ്റഡ് ദ സിസ്റ്റം ഫ്രം ബിക്കം ആൻറ്റി ഡെമോക്രാറ്റിക്. ഒരു അരാജകത്വകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ ശരിക്കും രക്ഷിക്കുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഒപ്പോസിഷൻ പാർട്ടി തന്നെയാണ്. കാരണം റൂളിംഗ് പാർട്ടിയിൽ കാര്യങ്ങൾ ഒരു തുടക്കത്തിലൊക്കെ ശരിക്കും നല്ല ഉഷാറായിട്ട് നടക്കും. പിന്നെ 2-3 വർഷം കഴിഞ്ഞ് ഭരണമൊക്കെ ഏകദേശം ഒരു കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ പിന്നെ പലതരത്തിലുള്ള എന്താ പറയുക ആൻറ്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പോസിഷൻ പാർട്ടിയാണ് അതിനെ ഇടപെട്ടിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, തിരുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരാണ് ഈ ആൻറ്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നേച്ചർ എന്ത് ചെയ്യുന്നത്, മാറ്റുന്നത് നമുക്ക് ഒരർത്ഥത്തിൽ പറയാം അല്ലേ. In doing so, these opposition parties actually groomed the leaders who would shape the future of the country. അപ്പോൾ അവരാണ് ശരിക്കും പറഞ്ഞാൽ കൺട്രിയുടെ ഫ്യൂച്ചർ എന്തായാലും ഭാവി നിർണ്ണയിക്കുന്ന ആളുകളെന്ന് പറയാം. The ruling Congress leaders and the opposition leaders always respected each other. അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ദേ ഹാവ് മെനി ഡിഫറൻസ്. ഒപ്പോസിഷൻ പാർട്ടീസിനും അതുപോലെ തന്നെ റൂളിംഗ് പാർട്ടീസിനും ഇവിടുത്തെ കേസിൽ കോൺഗ്രസ് പാർട്ടീസിനും ഡിഫറെൻ്റ് ഐഡിയോളജി ആയിരിക്കും. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ടോ, അവർ ദേ ഷുഡ് സെൽഫ് റെസ്പെക്റ്റ് ഈച്ച് അതർ. എന്തായത് അവരെന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബഹുമാനം ഉണ്ടല്ലോ, വ്യക്തി ബഹുമാനം, അത് വളരെയധികം കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പം കാലഘട്ടത്തിനനുസരിച്ച് വ്യക്തിബന്ധങ്ങളിൽ എല്ലാ തരത്തിലും എന്താ പറയുക ഒരു ശിഥിലീകരണം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ പല രൂപത്തിൽ അങ്ങനെ എന്താ പറയുക അധിക്ഷേപങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ അറ്റ് ദാറ്റ് ടൈമിൽ എന്ത് ചെയ്യുന്നു, റൂളിംഗ് പാർട്ടിയും അതുപോലെ തന്നെ ഒപ്പോസിഷൻ ലീഡേഴ്സും തമ്മിൽ വളരെയധികം റെസ്പെക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഒരു തേർഡ് പോയിന്റ്, ദ പേഴ്സണൽ റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ ടു ലെഡ് ടു മച്ച് കോപ്പറേഷൻ. അപ്പോൾ അവർ തമ്മിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ പറയാം റെസ്പെക്റ്റ് ഈച്ച് അതർ, ഓൾവേസ് റെസ്പെക്റ്റ് ഈച്ച് അതർ. അപ്പോൾ ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കൊണ്ട് എന്ത് ചെയ്തു, മച്ച് കോപ്പറേഷൻ, വളരെയധികം സഹകരണാത്മക മനോഭാവമായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന ഒരു സ്വഭാവം. ഓക്കെ, അത് വഴിയെ പറയുന്നുണ്ട് അതിനൊരു എക്സാമ്പിളൊക്കെ. നെഹ്റു, അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ, ഓഫൻ റെഫർ ടു ഹിസ് ലവ് ഫോർ ദ സോഷ്യലിസ്റ്റ് പാർട്ടി ലീഡർ ജയപ്രകാശ് നാരായണൻ. അതായത് അതിന് ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ സോഷ്യലിസ്റ്റ് പാർട്ടിയെ പറ്റി എന്താണ് ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ചാപ്റ്ററിൽ തന്നെ. അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഡീവിയേറ്റ് ചെയ്തു പോയ ഒരു പാർട്ടിയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ലീഡറായിരുന്നു ജയപ്രകാശ് നാരായണൻ. പക്ഷേ ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡറായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന് ജയപ്രകാശ് നാരായണനോട് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്, ഭയങ്കര ബഹുമാനമായിരുന്നു, ആദരവായിരുന്നു. കാരണം ഒരു പൊസിഷൻ പാർട്ടിയിലുള്ള ആളാണെങ്കിൽ കൂടി ആ സെൽഫ് റെസ്പെക്റ്റ് എപ്പോഴും നെഹ്റു കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഹി ഈവൻ ഇൻവൈറ്റഡ് ദം ടു ജോയിൻ ക്യാബിനറ്റ്. അതായത് ക്യാബിനറ്റ് മന്ത്രിസഭ രൂപീകരിച്ച സമയത്ത് ക്യാബിനറ്റിലേക്ക് അവരെ എന്ത് ചെയ്തു, ജയപ്രകാശ് നാരായണൻ ക്യാബിനറ്റ് പദവി കൊടുക്കുവാൻ വരെ തയ്യാറായിരുന്നു. ആർക്ക്? ജയപ്രകാശ് നാരായണൻ. അപ്പം അത്ര ആലോചിക്കണം. ക്യാബിനറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രിസഭയിലെ ഒരു ഉയർന്ന പദവിയാണല്ലോ. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് നമുക്കറിയാം സ്വാഭാവികമായിട്ടും റൂളിംഗ് പാർട്ടി അവരുടെ ആളുകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. പക്ഷേ അന്നത്തെ നെഹ്റു ചെയ്തത് എന്താ പറയുക, ഈ ഒപ്പോസിഷൻ പാർട്ടിയും റൂളിംഗ് പാർട്ടിയും തമ്മിലുള്ള റിലേഷനെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വളരെയധികം നല്ലൊരു ഉദാഹരണമാണ് അവിടെ പറയുന്നത്.
ഓക്കെ. This love and respect for political rivals gradually disappeared after the days of Nehru, Jayaprakash Narayanan, Dr. Ambedkar and Shyamaprasad Mukherjee. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ അന്നുണ്ടായിരുന്ന വൈബ്രൻ്റ് ആയിട്ടുള്ള ലീഡേഴ്സാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ അല്ലേ. ജയപ്രകാശ് നാരായണൻ, നെഹ്റു, BR അംബേദ്കർ, ശ്യാമപ്രസാദ് മുഖർജി. ഇവരുടെ ഈ കാലഘട്ടം കഴിഞ്ഞതു മുതൽ ഇതിന് ശേഷം മുതൽ എന്ത് ചെയ്യുന്നത്, ആ റെസ്പെക്റ്റും ലവ് ഒക്കെ എന്ത് ചെയ്യും, ഇത് ഗ്രാജുവലി ഡിസപ്പിയേർഡ്. അത് ശരിയാണല്ലോ അല്ലേ. അതിനുശേഷം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താ പറയുക കാണുന്ന ഒരു ഉദാഹരണം കൂടിയാണത്. ആ ഒരു റെസ്പെക്റ്റും ലവും ഒക്കെ ഡിസപ്പിയേർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം, ഈ ഉദാഹരണത്തിൽ ഇവിടെ പറയുന്ന ആൾ ശ്യാമപ്രസാദ് മുഖർജി ഏത് പാർട്ടിയുടെ നേതാവാണ്? ഭാരതീയ ജനസംഘിൻ്റെ നേതാവും കൂടിയാണ്. പക്ഷെ അന്ന് അത്രയും തമ്മിൽ എന്ത് ചെയ്യുന്നു, സെൽഫ് റെസ്പെക്റ്റ് ഈ ലീഡേഴ്സ് തമ്മിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. The first phase of democratic politics in our country was unique. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കീറി അന്വേഷിച്ച് നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും, ഫസ്റ്റ് ഫേസ് ഓഫ് അവർ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് ഇൻ അവർ കൺട്രി വാസ് യുണീക്ക്. അതൊരു യുണീക്ക് സ്വഭാവം ഉണ്ടായിരുന്നു അതിനല്ലേ. The Congress attracted different groups and sections, making it a broad-based coalition. അതുകൊണ്ടാണ് ഡിഫറെൻ്റ് ഗ്രൂപ്പ്സ് കോൺഗ്രസ്സുമായിട്ട് ഏകീകരണത്തിന് അല്ലെങ്കിൽ ഒരുമിച്ച് കോയലേഷൻ എന്നുള്ള പദം പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ട് വരാൻ തയ്യാറായതും എന്തുകൊണ്ട് തന്നെയാണ്, കോൺഗ്രസിൻ്റെ ഇത്തരം ഈ ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഈ ഒരു മനോഭാവം കൊണ്ട്, ഈ ഒരു കോപ്പറേഷൻ കൊണ്ടാണ് ഡിഫറെൻ്റ് ഗ്രൂപ്പ്സുകളും കോൺഗ്രസ്സുമായി ഐക്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ഐക്യത്തിലേക്ക് വരാനും സഖ്യകക്ഷികളാവാനൊക്കെ അവർ തീരുമാനിച്ചതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ഈ ഒരു ഭാഗത്തിവിടെ പറയാനുള്ളത് ഒരു പാർട്ടിയെ കുറിച്ചിട്ടാണ്. അതായത് സ്വതന്ത്ര പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര പാർട്ടി ഹാഡ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അബൌട്ട് കൺട്രോളിങ് ഓഫ് ദ എക്കണോമി. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ സ്വതന്ത്ര പാർട്ടി പറയുന്നതിന് മുമ്പ് നമ്മളിവിടെ സോഷ്യലിസ്റ്റ് പാർട്ടി, ഭാരതീയ ജനസംഘ, അങ്ങനത്തെ ഡിഫറെൻറ്റ് പാർട്ടീസിനെ പറ്റിയിട്ട് ഈ ചാപ്റ്ററിൽ പല ഭാഗത്തും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അതിൽ ഈ ചാപ്റ്ററിൽ അവസാനം വരുന്നൊരു പാർട്ടിയാണ് ഇത് സ്വതന്ത്ര പാർട്ടി. അപ്പോൾ സ്വതന്ത്ര പാർട്ടിയുടെ കൺസെപ്റ്റ് എന്താണ്, ആരാണ് അതിൻ്റെ ലീഡർ എന്നൊക്കെ നമ്മളതിന് ആ ഒരു പാർട്ടി ഫോം ചെയ്യാൻ ആരാണ് നേതൃത്വം നൽകിയതെന്നൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. The സ്വതന്ത്ര പാർട്ടി ഹാഡ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അബൌട്ട് കൺട്രോളിങ് ദ എക്കണോമി. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഈ ഒരു സ്വതന്ത്ര പാർട്ടിക്ക് എന്താണ്, ഒരു ഡിഫറെൻ്റ് കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. ആരിൽ നിന്ന് വിഭിന്നമായിട്ട്, കോൺഗ്രസിൽ നിന്ന് വിഭിന്നമായിട്ട് സ്വതന്ത്ര പാർട്ടിക്ക് ഒരു ഡിഫറെൻ്റ് കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. എന്താണെന്ന് നോക്കാം. The Nagpur resolution of the Congress brought in land സീലിങ്സ്, കോപ്പറേറ്റീവ് ഫാമിംഗ് ആൻഡ് ഫുഡ് ഗ്രെയിൻ ട്രേഡ് ടേക്ക് ഓവർ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സമ്മേളനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ആ തീരുമാനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ലാൻഡ് ഹോൾഡ് ബൈ എ പേഴ്സൺ. അതായത് ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വെക്കാൻ എന്ത് ചെയ്യുക, ഒരു ഭൂമി നിശ്ചയിക്കുക. ഇത്ര പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഭൂമിയാണ് ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന എന്ത് ചെയ്യുക, ഒരു നിയമം കൊണ്ടുവരിക. അങ്ങനത്തെ ഒരു നിയമം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നാഗ്പൂർ സെഷനിൽ അവതരിപ്പിച്ചു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫാം, അതായത് ഇപ്പോൾ അഗ്രികൾച്ചർ കാർഷികമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ പോൾട്രി ഫാമിങ്, അതൊക്കെ എന്തായാലും അങ്ങനത്തെ ഏത് ഫാമിംഗ് ആണെങ്കിൽ അതിനൊരു കോപ്പറേറ്റീവ്
നേച്ചർ, അതായത് കോപ്പറേറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞപ്പോൾ അതിൽ വർക്കേഴ്സായിട്ട് സൊസൈറ്റിയിലെ കുറേ ആളുകളുണ്ടാവും. അതിന് മെഷീൻ സഹായം നൽകുന്നത് വേറൊരു കൂട്ടരായിരിക്കും, അതിന് വാട്ടർ സപ്ലൈ നൽകാൻ വേറൊരു കൂട്ടർ, അങ്ങനെ ഡിഫറെൻറ്റ് സൊസൈറ്റിയിലുള്ള ഡിഫറെൻറ്റ് ആളുകളുടെ എന്താ പറയുക കോപ്പറേഷനോട് കൂടി നടത്തുന്ന ആ ഒരു ഫാമിങ്ങിനാണ് കോപ്പറേറ്റീവ് ഫാമിംഗ്. അപ്പോൾ ആളുകൾ ഒരു വ്യക്തിയെ മാത്രം എന്തല്ല ആ ഒരു സംരംഭത്തിൽ ഒതുക്കി നിർത്തപ്പെടില്ല, സൊസൈറ്റിയിലെ ആളുകളെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ആ സംരംഭത്തിൽ പങ്കാളികളാകാൻ സാധിക്കുന്നുണ്ട്. അതിന് എന്ത് ചെയ്യും, അനുമതി കൊടുക്കുക, അതിനെ പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻസ് ട്രേഡ്, എന്താ പറയുക, നമ്മളെ വിത്തുകളുണ്ടല്ലോ അതിൻ്റെ ട്രേഡ്, അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു റെസൊല്യൂഷൻ ഇവിടെ പാസ്സാക്കി, നാഗ്പൂർ സെഷനിൽ പാസ്സാക്കി. ഫോളോയിങ് ദ 1959 നാഗ്പൂർ റെസൊല്യൂഷൻ. അപ്പം നാഗ്പൂർ റെസൊല്യൂഷൻ നടന്നത് എന്നാണ് 1959 സി രാജഗോപാലാചാരി ആൻഡ് അതേഴ്സ് റിസൈൻഡ് ആൻഡ് ഫോംഡ് ദ സ്വതന്ത്ര പാർട്ടി. അപ്പം ഈ നാഗ്പൂർ സെഷനിൽ ഇത്തരം തീരുമാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തത് സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിലുള്ള കുറച്ച് ആളുകൾക്ക് എന്ത് ചെയ്യില്ല, അത് അംഗീകരിക്കാൻ സാധിച്ചില്ല. അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് ഉണ്ടായിരുന്നത്, ഈ കാഴ്ചപ്പാടെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ അതിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോയിട്ട് വേറൊരു പാർട്ടി ഫോം ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഫോം ചെയ്ത പാർട്ടിയാണ് എന്ത്, സ്വതന്ത്ര പാർട്ടി. സ്വതന്ത്ര പാർട്ടിയുടെ സിമ്പലാണ് ഒരു സ്റ്റാർ കേട്ടോ, അതാണ് അതിൻ്റെ സിമ്പൽ. അപ്പോൾ അത് മനസ്സിലാക്കണം. ഇനി അവരുടെ ഐഡിയോളജി, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും കൂടെ നോക്കാം. ദ ന്യൂ എക്കണോമിക് പോളിസീസ് വെയർ ഒപ്പോസ്ഡ് ബൈ സി രാജഗോപാലാചാരി, കെ എം മുൻഷി, NG റാങ്ക ആൻഡ് മുസാനി. അപ്പോൾ ഇങ്ങനത്തെ നേതാക്കന്മാരൊക്കെ, അപ്പോൾ സ്വതന്ത്ര പാർട്ടിയിൽ ഉള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതൊക്കെ. അവരൊക്കെ ആ ന്യൂ എക്കണോമിക് പോളിസി, പുതിയ ഒരു സാമ്പത്തിക നയം, നാഗ്പൂർ സെഷനിൽ അവതരിപ്പിച്ച പുതിയ സാമ്പത്തിക നയം അംഗീകരിക്കാൻ എന്തായില്ല, അവർ തയ്യാറായില്ല. ഇനി ദീസ് men did not want the government to control the economy. They believed and declared that the prosperity and plenty would come through individual freedom. അതായത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് മാൻ ഡിഡ് നോട്ട് വാണ്ട് ടു ഗവൺമെൻറ് ടു കൺട്രോൾ. അതായത് ഗവൺമെൻറ്റിന് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നിയന്ത്രിക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷെ അതെങ്ങനെ വരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സ്ഥിതി, ദേ ബിലീവ്ഡ് ആൻഡ് ഡിക്ലെയർഡ് ദാറ്റ് ദ പ്രോസ്പെറിറ്റി ആൻഡ് പ്ലെൻറ്റി വുഡ് കം ത്രൂ ഇൻഡിവിജ്വൽ ഫ്രീഡം. അതായത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിയും അതിൻ്റെ വികസനവും ഒക്കെ സാമ്പത്തിക രീതിയിലുള്ള വികസനമൊക്കെ വരുന്നത് എന്തിൽ നിന്നാണ്, ഇൻഡിവിജ്വൽ ഫ്രീഡം. അതായത് വ്യക്തികൾക്ക് ആ ഒരു കാര്യത്തിൽ സാമ്പത്തിക ഭദ്രതയിൽ വ്യക്തികൾക്ക് എന്താണ്, ഒരു ഫ്രീഡം കൊടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലാൻഡ് സീലിംഗ്, ഒരു വ്യക്തിക്ക് മാക്സിമം കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവാണല്ലോ ലാൻഡ് സീലിംഗ്. പക്ഷേ അങ്ങനെ ഒരു ഇത്ര എമൗണ്ട് എന്ന് ഒരു കണക്ക് എന്ത് ചെയ്യാൻ പാടില്ല, വെക്കാൻ പാടില്ല. ഒരു ഇൻഡിവിജ്വലിന് എത്രത്തോളമാണ് എന്താ പറയുക ഭൂമി കൈവശം വെക്കാൻ അയാൾക്ക് കഴിയുന്നത്, അത് അത്രയും വെക്കാം. അതിനൊരു ലിമിറ്റ് നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വ്യക്തികൾ എന്ത് ചെയ്യുക, അവൻക്ക് അവൻ്റെ എന്താ പറയുക ഫിനാൻഷ്യൽ സപ്പോർട്ടിനനുസരിച്ചുള്ള ഫാമിങ് വ്യവസായങ്ങളൊക്കെ തുടങ്ങാം. അത് കോപ്പറേറ്റീവ് ആവണമെന്നില്ല, സൊസൈറ്റിയെ മൊത്തം ഉൾക്കൊള്ളണമെന്നില്ല. ഇൻഡിവിജ്വലായിട്ട് അവനക്ക് തുടങ്ങിയിട്ട് അതിൻ്റെ ലാഭം അവനക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആസ്വദിക്കാൻ പറ്റും. അതാണ്, അങ്ങനെ ഉണ്ടായാൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകും എന്നാണ് ഇവർ സി രാജഗോപാലാചാരിയെ പോലുള്ള നേതാക്കന്മാർ അവരുടെ ഐഡിയോളജിയിൽ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ. There should be minimum or no state control in such matters of production. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റിനെ, അതായത് രാജ്യത്തിന് ഈ ഒരു കാര്യത്തിൽ, ഈ സാമ്പത്തികമായിട്ടുള്ള ഈ കാര്യത്തിൽ ഒരു മിനിമം കൺട്രോൾ വേണം, അല്ലെങ്കിൽ നോ കൺട്രോൾ, അല്ലെങ്കിൽ കൺട്രോൾ വേണ്ട. അല്ലാതെ ഇറ്റ് ഷുഡ് ബി ദ സ്റ്റേറ്റ് കോർപ്പറേഷൻ എന്ന് പറയാൻ പാടില്ല. രാജ്യത്തിൻ്റെ എന്താ പറയുക ആ ഒരു കൺട്രോൾ ഷുഡ് ബി ദ കോർപ്പറേഷൻ, നോട്ട് കോർപ്പറേഷൻ, ദ കൺട്രോൾ ഓഫ് ദ എന്താ പറയുക കൺട്രിന്ന് എന്താ പറയുക പറയാൻ പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഫ്രീഡത്തിനനുസരിച്ച് അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ.
ദ സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ആൻഡ് സെൻട്രലൈസ്ഡ് എക്കണോമി വെൻറ്റ് അഗെയിൻസ്റ്റ് ദർ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഗവൺമെൻറ് പറയുന്ന പോലെ സ്റ്റേറ്റിൻ്റെ ഇടപെടലും അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്കണോമി, അതായത് ഒരു രാജ്യത്തെ ഇതുപോലെയുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോള്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതാണ് ഇത് അവരുടെ പ്രിൻസിപ്പിളിനെതിരാണ്, അവരുടെ ആശയത്തിനെതിരാണ്. അപ്പോൾ ദേ വാണ്ടഡ് ടു ഡിസ്മാൻഡിൽ ദ ലൈസൻസിങ് റെജിം. അതായത് ലൈസൻസിങ് റെജിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഭൂമി കൈവശം വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിന് ഗവൺമെൻറ്റിൻ്റെ ഒരു അംഗീകാരം വേണം അല്ലേ. ഇത്ര എമൗണ്ട് കൈവശം വെക്കുന്നത് നമ്മൾക്ക് ഇഷ്ടംപോലെ നമുക്ക് കൈവശം വെക്കാൻ അതിന് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരങ്ങൾ വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ എന്ത് കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ചെയ്യുമ്പോൾ അതിന് ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക ഒരു ലൈസൻസ് വേണം. അപ്പോൾ ഇങ്ങനത്തെ ലൈസൻസിങ്ങിനൊക്കെ എതിരായിരുന്നു ആര്, സ്വതന്ത്ര പാർട്ടിയിലെ ആളുകൾ എതിരായിരുന്നു. അപ്പോൾ ഇത്തരം ആശയങ്ങളുമായിട്ട് യോജിക്കാതെ പോയത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും സി രാജഗോപാലാചാരിയെ പോലുള്ള ആളുകൾ വിട്ടുപോയിട്ട് അവർ സ്വതന്ത്ര പാർട്ടി ഫോം ചെയ്തത്. ഇത് നാഗ്പൂർ റെസൊല്യൂഷൻ്റെ ഫലമായിട്ട് ഫോം ചെയ്ത ഒരു സംഘടന കൂടിയാണ്. In its relation to the Soviet Union and the US, it had different views. അപ്പോൾ നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ ഇതുപോലെ തന്നെ US രണ്ട് പോൾസുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് പോൾസുകളാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഫോം ചെയ്ത രണ്ട് വൻ ശക്തികളാണ്. അപ്പോൾ ഇവരോടുള്ള മനോഭാവത്തിലും ഇവരോടുള്ള കാഴ്ചപ്പാടിലും ഈ ഒരു പാർട്ടിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ദ നോൺ അലൈൻമെൻറ്റ് ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് സോവിയറ്റ് ഡിഡിൻറ്റ് പ്ലീസ് ദം. അപ്പോൾ ഇന്ത്യയുടെ നോൺ അലൈൻമെൻറ്റ് ഉണ്ടല്ലോ, ചേരാൻ നയവും അതുപോലെ തന്നെ ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് സോവിയറ്റ്, അത് നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. സോവിയറ്റിനോട് ഒരു ഫ്രണ്ട്ലി റിലേഷൻ ആയിരുന്നു ഇന്ത്യക്ക് അന്ന് ഉണ്ടായിരുന്നത്. സോവിയറ്റിൻ്റെ ചേരിയിൽ അല്ലെങ്കിൽ കൂടിയിട്ട് സോവിയറ്റിനോട് ഒരു ഫ്രണ്ട്ലി റിലേഷനാണ് ഉണ്ടായിരുന്നത്. അതൊന്നും ഇവർക്ക് അനുകൂലമായിരുന്നില്ല. ബെറ്റർ ടു ഹാവ് ക്ലോസർ ടൈസ് വിത്ത് US. അപ്പോൾ അവർ ഉദ്ദേശിച്ചത് എന്താണ്, US-ഉമായിട്ടൊരു ബെറ്റർ റിലേഷനാണ് ഉദ്ദേശിച്ചത്. സോവിയറ്റിൻ്റെ കാഴ്ചപ്പാടിനും സോവിയറ്റിനോട് അനുകൂലമായിട്ട് നിൽക്കുന്നതിനൊന്നും അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഇനി അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇറ്റ് വാസ് അഗെയിൻസ്റ്റ് ലാൻഡ് സീലിംഗ്, കോപ്പറേറ്റീവ് ഫാമിംഗ് ആൻഡ് സ്റ്റേറ്റ് ട്രേഡിംഗ്. അത് അവരെന്ത് ചെയ്തില്ല, അനുകൂലിച്ചിരുന്നില്ല. ഇറ്റ് ഒപ്പോസ്ഡ് പ്രോഗ്രസീവ് ടാക്സ് റെജിം, അതായത് ടാക്സ് കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായത്തെ അവർ അനുഭവിച്ചില്ല. ഇപ്പോൾ നമ്മൾ അറിയാലോ, എല്ലാത്തിനും നമ്മൾ എന്തുണ്ട്, വാഹനത്തിനാണെങ്കിലും ടാക്സ്, സാലറിക്ക് ടാക്സ്, അങ്ങനെ എന്ത് കാര്യത്തിലും നമ്മൾ എന്തുണ്ട്, ടാക്സ്, ഇന്ത്യയിൽ ഒരു ടാക്സ് സിസ്റ്റം ഉണ്ടല്ലോ. ആ ടാക്സ് സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നില്ല, അവർ അനുകൂലിക്കുന്നില്ല. While the Congress stood for nationalism, centralized planning and the public sector, the Swatantra Party leaders favored free private sector. അതാണ് അവിടെയാണ് ഇമ്പോർട്ടൻ്റ് പാർട്ട്. നാഷണലിസം, അതായത് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, അതൊക്കെയാണ് ദേശീയ ഇതൊക്കെ, അതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഇതിനൊക്കെയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടി എന്താ പറയുക മുന്നോട്ട് വെച്ച ആശയങ്ങളെങ്കിൽ സ്വതന്ത്ര പാർട്ടിക്ക് എന്താണ്, ഇങ്ങനെ ഒരു തുറന്ന കാഴ്ചപ്പാടല്ലാതെ ഫ്രീ പ്രൈവറ്റ് സെക്ടർ, ഒരു പ്രൈവറ്റ് സെക്ടർ എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു അവർക്കുണ്ട്. അതായത് ഈ ഒരു ഇൻഡിവിജ്വലിന് എന്തെല്ലാം കാര്യങ്ങൾ അവനവൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ച് കഴിയാൻ കഴിയുക അത് അവന് ചെയ്യുക, അതിൻ്റെ നേട്ടം അവനെന്ത് ചെയ്യുക, അവൻക്ക് ആയിട്ട് ഒതുക്കുക, അത് അവൻ്റെ ഒരു ഫ്രീഡമാണ്. അല്ലാതെ അത് സൊസൈറ്റിക്ക് മൊത്തത്തിലുള്ളതായിട്ടുള്ള ഒരു കാര്യമായിട്ട് പറ്റൂല എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. The party was able to gain strength in the country by merging with different parties. അപ്പോൾ അവർ ഡിഫറെൻറ്റ് പാർട്ടിയുമായിട്ടൊക്കെ കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ എന്താണ് സ്ട്രെങ്ത്ത് കൂട്ടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. This private sector policy attracted landlords and princes who wanted to protect their lands. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇവരുടെ ആശയങ്ങൾ ആരൊക്കെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാകും, പ്രൈവറ്റ് സെക്ടർ പോളിസി, ലാൻഡ് ലോഡേഴ്സ്, ജന്മിത്ത സമ്പ്രദായം, ജന്മിമാരെയൊക്കെ താല്പര്യപ്പെടുത്തി, അത് പ്രിൻസസ്, ഓരോ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക്. കാരണം അവർക്ക് എന്താണ്, ദേ വാണ്ടഡ് ടു പ്രൊട്ടക്ട് ദെയർ ലാൻഡ്സ്, അവർക്ക് അവരുടെ ഭൂമി എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിലേക്ക് പോവാതെ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ എന്ത് ചെയ്യും, ഈ ഒരു പോളിസി അനുകൂലമാണ്. സ്വാഭാവികമായിട്ടും അവർ സ്വതന്ത്ര പാർട്ടി എന്ത് ചെയ്യും, അനുകൂലിക്കും. അതൊരു കാര്യമാണല്ലോ.
ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ബിസിനസ് കമ്മ്യൂണിറ്റി യൂഷ്വലി ഒപ്പോസ്ഡ് നാഷണലിസം ആൻഡ് ലൈസൻസ് രാജ് അല്ലേ. വ്യവസായികളും അതുപോലെ ബിസിനസ് കമ്മ്യൂണിറ്റിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ നാഷണലിസം അതുപോലെ തന്നെ ലൈസൻസ് രാജ് എന്ന് പറഞ്ഞാൽ ലൈസൻസ്. അത് എന്തിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ വ്യവസായത്തിനൊക്കെ എന്ത് വേണം, ലൈസൻസ് വേണം. അപ്പം അതിന് കുറച്ച് പോളിസീസും കുറച്ച് നിയമാവലികളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അത് അവരുടെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം ഇത് തുടങ്ങുന്ന ആൾക്കാരുടെ താല്പര്യം ഒന്നിച്ച് പോവില്ല. അപ്പോൾ ശരിക്കും അതിന് ലൈസൻസ് കിട്ടാത്ത അവസ്ഥ, അതിന് അനുമതി കിട്ടാത്ത അവസ്ഥയൊക്കെ വരും. അപ്പം ഇങ്ങനത്തെ ഈ ഒരു ലൈസൻസ് പോളിസിക്ക് ആരനുകൂലമായിരുന്നില്ല, വ്യവസായികളൊന്നും അനുകൂലമായിരുന്നില്ല. ആ ഒരു ആശയം തന്നെയായിരുന്നു ആർക്കുണ്ടായിരുന്നത്, സ്വതന്ത്ര പാർട്ടിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ സ്വതന്ത്ര പാർട്ടി അനുകൂലിക്കുന്നവരാണ് ആര്, ഇൻഡസ്ട്രിയലിസ്റ്റ്, ബിസിനസ്മാൻ, പിന്നെ അതുപോലെ തന്നെ ലാൻഡ് ലോഡേഴ്സ്, അതുപോലെ തന്നെ പ്രിൻസസ് അല്ലേ ഒക്കെ അവരൊക്കെ അനുകൂലിച്ചിരുന്നു. കാരണം അവരുടെ എന്താ പറയുക സങ്കുചിതമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് അനുസരിച്ചായിരുന്നു ഇവരുടെയും പോളിസി. അതുകൊണ്ടാണ് അതങ്ങനെ യോജിച്ചു പോകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇവരെ അനുകൂലിച്ചു അല്ലേ. ഇപ്പോൾ അവരൊക്കെ അനുകൂലിച്ചു എന്ന് പറഞ്ഞത് ദേ സപ്പോർട്ട് ദ സ്വതന്ത്ര പാർട്ടി ബട്ട് ഇറ്റ് കുഡ് നോട്ട് ബിൽഡ് എ സ്ട്രോങ് കേഡർ ഓഫ് പാർട്ടി മെമ്പേഴ്സ്. പക്ഷെ ഇവരൊക്കെ അനുകൂലിച്ചെങ്കിലും കൂടിയിട്ട് ഇവർക്കൊരു സ്ട്രോങ് പാർട്ടിയായിട്ട് പിന്നീട് ഫോം ചെയ്യാനൊന്നും പറ്റിയില്ല. ആർക്ക്, സ്വതന്ത്ര പാർട്ടിക്ക്. അപ്പോൾ സ്വതന്ത്ര പാർട്ടി ഫോം ചെയ്യാനുള്ള കാരണം 1959 നാഗ്പൂർ റെസൊല്യൂഷനാണ്. അതിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെല്ലാം പറഞ്ഞു. പിന്നെ അതിൻ്റെ ലീഡറായിട്ട് പറഞ്ഞത് ആരാണ്, സി രാജഗോപാലാചാരിയാണ്. അതിൻ്റെ സിമ്പലാണ് ഒരു സ്റ്റാറാണ്. പിന്നെ അവരുടെ ആശയങ്ങൾ 2-3 പറഞ്ഞു. അതും മനസ്സിലാക്കി വെക്കുക, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് എന്ത്, സ്വതന്ത്ര പാർട്ടി. ഇനി ലാസ്റ്റ് ഭാഗം ഇവിടെ പറയുന്നത് സി രാജഗോപാലാചാരിയെ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയെ പറ്റി 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ പറഞ്ഞ് ചാപ്റ്റർ നമുക്ക് അവസാനിപ്പിക്കാം. ഹീ ഈസ് എ കോൺഗ്രസ് ലീഡർ, റൈറ്റർ അല്ലേ, വർക്ക്ഡ് വിത്ത് ഗാന്ധിജി, മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലാണ് ആര്, സി രാജഗോപാലാചാരി. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ജനറൽ നോളജിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചീഫ് മിനിസ്റ്റർ ഓഫ് മദ്രാസ് സ്റ്റേറ്റ്. മദ്രാസ് സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. അവാർഡഡ് ഭാരതരത്ന, ഫൗണ്ടർ ഓഫ് സ്വതന്ത്ര പാർട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ, സ്വതന്ത്ര പാർട്ടിയുടെ ഫൗണ്ടർ ആയിരുന്നു സി രാജഗോപാലാചാരി. ഇതോടുകൂടി ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 ചാപ്റ്റർ നമ്മൾ തീർന്നു പാർട്ട് 1. ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാൻ വാട്സപ്പ് ത്രൂ നമ്മുടെ ഗ്രൂപ്പിൽ അയക്കും. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്ന ഡേറ്റിനൊക്കെ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ അയക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.